ദാരിദ്ര്യത്തിൽ ജനിച്ചവർ എങ്ങനെ കോടീശ്വരന്മാരായി? അവരുടെ വേഷം, അവരുടെ രീതി, അവരുടെ നടത്ത, കൈയൊക്കെ ഇങ്ങനെ അകറ്റിയുള്ള ഒരു നടത്ത, ഷർട്ടൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, ഇതൊക്കെ എവിടെ വന്നു? ഇതിനൊന്നും അംഗീകാരം കൊടുക്കരുത്. CPM-നകത്ത് 63 വർഷം ഞാൻ പ്രവർത്തിച്ചത് ശരിയാണ്. ആദ്യത്തെ വർഷം അവിഭക്ത പാർട്ടിയായിരുന്നു 63-ൽ. അന്നാണ് പാർട്ടി ചേരുന്നത്. 15 വയസ്സേ ഉള്ളെന്ന്. വള്ളികുന്ന് ഹൈസ്കൂളിൽ ഞാൻ പ്രസംഗത്തിനും ഉപന്യാസത്തിനും ഒക്കെ വളരെ മിടുക്കനായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പിടിച്ച് എന്നെ 15-ാം വയസ്സിൽ 18 വയസ്സിലേ ചേരാൻ പറ്റുള്ളൂ പാർട്ടി മെമ്പറാക്കി. അന്നെനിക്ക് പാർട്ടിയെ പറ്റി കൂടുതലൊന്നും അറിയില്ല. വല്ല SM കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി SFIയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇതെല്ലാം പിണറായി എന്നെ വളർത്തിയെന്നാണ് പിണറായി പറയുന്നത്. അന്ന് പിണറായി എന്ന ഈ തിരുവിതാംകൂറിൽ അറിയത്തോലുമില്ല. പിണറായി 1967 പിണറായി വിജയൻ എന്ന ഒരാളെ ഈ തിരുവിതാംകൂറിൽ ആരും കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല. അദ്ദേഹം മലബാറിൽ തലശ്ശേരിയിൽ മാത്രം നിന്ന ഒരു കാലമാണ്. അദ്ദേഹം എല്ലാത്തിനും രക്ഷകത്വത്തെ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ പോരാടുകയാണ് മത്സരിച്ച് വന്നത്. എൻ്റെ അനുജൻ രക്തസാക്ഷിയായി. അത് ഞാൻ മറന്നുപോയി എന്നാണ് പറയുക. ഭുവനേശ്വരൻ എന്ന രക്തസാക്ഷിക്ക് വേണ്ടി കേസ് നടത്താൻ 10 പൈസ പിണറായി വിജയൻ്റെ നേതൃത്വത്തോടൊപ്പം തന്നിട്ടില്ല. ആഞ്ഞിലി മരം വിറ്റാണ് ഞങ്ങൾ ആ കേസ് നടത്തിയത്. ആ സംഭവത്തിലേക്ക് നയിച്ചതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഗൂഢാലോചനയൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് അതിൽ പങ്കെടുത്ത ഒരാളോടും കോൺഗ്രസിലില്ല. ഇന്ന് ഒരാൾ പോലും ഇന്നത്തെ UDF-ലില്ല. ഇതൊക്കെ എടുത്ത് പറയുകയാണ് അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ 2400 പേരെ കൊലപ്പെടുത്തിയ പശ്ചിമ ബംഗാളിൽ നിങ്ങൾ ആരുമായിട്ടാണ് കൂട്ടുകൂടിയത്? അവരാരും ഇപ്പം ഇല്ല. ഇതൊന്നുമല്ല ചരിത്രം. ചരിത്രം മാറി. ഇന്ത്യ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വർഗീയശക്തികൾ പിടിമുറുക്കുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ സെക്യുലർ ഫോഴ്സുമായി കൂട്ടുചേരണമെന്നുള്ളത് മാർക്സ് പോലും അംഗീകരിച്ചിട്ടുള്ളതാണ്. മാർക്സിനെ അറിയാത്ത മാർക്സിസ്റ്റുകാരാണ് ഇന്നിവിടെയുള്ളത്. എംഗൽസിനെ വായിക്കാത്ത മാർക്സിസ്റ്റുകാരാണ് ഇവിടെയുള്ളത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തലതിരിച്ചാണ് വായിച്ചതെന്നാണ് വിജയരാഘവൻ പറയുന്നത്. ഞാൻ അയാളെ പരാജയരാഘവൻ എന്നാണ് വിളിക്കുന്ന. കാരണം 1.5 ലക്ഷത്തിനാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ തോറ്റത്. 1.5 ലക്ഷം കൊണ്ട് തോറ്റു. അയാൾ എവിടെ വന്ന് പ്രസംഗിച്ചോ അവിടെ LDF തോക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ വാഗ്വിലാസം. വിജയരാഘവനാണ് വാഗ്വിലാസം. അപ്പോൾ ഇവിടെ ഈ ജില്ലയിൽ കോൺഗ്രസ് പ്രത്യേകിച്ച് UDF പൊതുവിൽ, മുസ്ലിം ലീഗും കോൺഗ്രസും പ്രത്യേകിച്ച് UDF പൊതുവിൽ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയാൽ 2 or 1 സീറ്റിലായി LDF ചുരുങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് അവിടെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഒരു പാർട്ടിക്കും ഇവിടെ സ്ഥിരം സീറ്റില്ല. സ്ഥിരമായി ഇവിടെ ജയിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ കഴിയില്ല. ആ കാലമൊക്കെ പോയി. എല്ലാവരും മാറി അമ്പലപ്പുഴ തന്നെ VS ജയിച്ചു തോറ്റു, ചന്ദ്രനാഥൻ ജയിച്ചു തോറ്റു, സദാശിവൻ ജയിച്ചു തോറ്റു. 114 വോട്ടിന് ഞാൻ ദിനകരനോട് തോറ്റതാണ് പണ്ട് അവിടെ. ഇപ്പം ഞാൻ 3 തവണ തുടർച്ചയായിട്ട് 12,000, 17,000, 23,000 ജയിച്ചു. കഴിഞ്ഞ തവണ എന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷത്തോടെ മാറിയിരുന്നു. ഞാൻ മത്സരിച്ച 50,000 വോട്ട് കഴിഞ്ഞ തവണ ജയിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ മാറും. നമ്മൾ പാർട്ടി അച്ചടക്കം പാലിച്ചു. പാർട്ടി നിന്നപ്പോൾ ഞാനിപ്പോൾ സ്വന്തം, എൻ്റെ തലയിൽ ഭാരമില്ല. ഇപ്പോൾ മഹാകവി ടാഗോർ നോബൽ സമ്മാനം കിട്ടിയ ഗീതാഞ്ജലിയിലെ ഒരു സ്റ്റാൻസയിൽ പറയുന്നത് പോലെ, വേർ ദ മൈൻഡ് ഈസ് ഫ്രീ, എവിടെ മനസ്സ് സ്വതന്ത്രമായിരിക്കുന്നു.